ദേവികുളം മണ്ഡലത്തിൽ എ രാജ എം.എൽ.എക്ക് ഇത് രണ്ടാം ഊഴമാണ്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മണ്ഡലത്തിൽ സജീവമാണ്. ബൈസൺ വാലിയിൽ സ്ഥാനാർത്ഥി പര്യടനത്തിനിടെയാണ് റിപ്പോർട്ടറിനൊപ്പം എ രാജ ചേരുന്നത്. ഇത്തവണത്തെ മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത്തവണയും ഈ ദേവികുളം നിയോജക മണ്ഡലം 5ാം തവണയും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് വിജയിക്കും. വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിക്കാൻ പോകുന്നത്. ഇപ്പോൾ താങ്കൾക്ക് രണ്ടാം ഊഴമാണ്. അതിന് മുമ്പുണ്ടായ 3 തവണ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച ആളാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത്. BJP ആയിട്ടായിരിക്കും അതോ കോൺഗ്രസ് ആയിട്ടായിരിക്കും മത്സരം തീർച്ചയായിട്ടും കോൺഗ്രസ് ആയിട്ടായിരിക്കും. പക്ഷേ BJP ഒരിക്കലും ഈ ദേവികുളം നിയോജക മണ്ഡലത്തിലിരുന്ന് അവർ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും വോട്ട് ഇവിടെ നിന്ന് സമാഹരിക്കാൻ കഴിയില്ല. ഇതൊരു ഇടതുപക്ഷത്തിൻ്റെ മണ്ണാണ് ഈ ദേവികുളം നിയോജക മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ CPM-ൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് രാജേന്ദ്രൻ പ്രവർത്തിക്കുകയും പക്ഷേ പാർട്ടിക്ക് വിപരീതമായി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് അന്ന് നടപടി ഉണ്ടാവുകയും ഇപ്പോൾ പാളയത്തിൽ എത്തുകയും ചെയ്യുന്നത്. രാജേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങളതിനെ കാര്യമായിട്ട് കാണുന്നില്ല. ഇവിടെ 3 തവണ പാർട്ടി അദ്ദേഹത്തിനെ MLA ആക്കി ജയിപ്പിച്ച് നിർത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഒരു വർഗീയ പാർട്ടിയിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം ഒരു ഭീഷണിയായി മാറില്ല എന്നാണ് ഞങ്ങൾ കാണുന്നത്. കഴിഞ്ഞ തവണ വിജയിച്ച ശേഷമാണ് താങ്കൾ കുറേയധികം ബുദ്ധിമുട്ടിയത്. കാരണം കോടതി വരെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തവണ അതൊന്നും ഉണ്ടാകാതിരിക്കുമല്ലേ? അല്ല, കോടതി കഴിഞ്ഞ തവണ ജയിച്ചു കഴിഞ്ഞാൽ ജയം അംഗീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ജയം അംഗീകരിക്കാതെ ആളുകൾ ഇലക്ഷൻ ജയിക്കുന്നവരവർക്ക് പ്രശ്നമല്ലായിരുന്നല്ലോ. ഇലക്ഷൻ ജയിച്ചതിന് ശേഷമാണ് കോടതിയിൽ കേസായിട്ട് പോയത്. അവസാനം ഇവിടുത്തെ ഒരു കുറേ ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയി അവരുടെ അവകാശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു നടത്തിയത്. എനിക്ക് മാത്രമല്ല, സുപ്രീം കോടതിയുടെ വിധി ബാക്കിയുള്ള ആളുകൾക്കും കൂടിയിട്ടാണ് സുപ്രീം കോടതി വരെ കേസ് നടത്താൻ പോയത് അന്ന്. ഇപ്പോൾ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ തോട്ടം മേഖല ഏറ്റവും കൂടുതലുള്ള മണ്ഡലം കൂടിയാണ് താങ്കളുടെ ദേവികുളം മണ്ഡലം. അപ്പോൾ ഈ തോട്ടം മേഖലയിൽ കുറേയധികം പ്രശ്നങ്ങൾ, പല തേയിലത്തോട്ടങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമായിട്ടില്ല എന്നൊരു പരാതി അവർക്ക് ഇപ്പോഴും ഉണ്ട്. അതിനി എന്താണ്, അതൊക്കെ മറികടക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? ദേവികുളം നിയോജക മണ്ഡലത്തിൽ നിലവിൽ ഒരു തോട്ടവും അടഞ്ഞു കിടക്കുന്നില്ല. അടഞ്ഞു കിടക്കുന്നത് മറ്റ് സ്ഥലങ്ങളിലാണ്. പക്ഷേ അത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. ഈ മേഖലയെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്താണ് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് രൂപീകരിച്ചത്. അതിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ തൊഴിലാളികൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ 3 തവണകളിലായി തൊഴിലാളികളുടെ ശമ്പള വർധന വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് അവർക്ക് ഏകദേശം 150ഓളം രൂപ ശമ്പള വർധനവ് നൽകിയിട്ടുണ്ട്. ഒരു ദിവസം പോലും സമരം ചെയ്യേണ്ടി വന്നിട്ടില്ല. കൂടുതൽ ടാസ്ക് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ ഈ കഴിഞ്ഞ 9-10 വർഷക്കാലമായി ശമ്പളം വർദ്ധിപ്പിച്ച് ഈ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തൊഴിലാളികളെ അടക്കം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതുകൊണ്ട് മണ്ഡലത്തിൽ സജീവമായിരിക്കുകയാണ് എ രാജ. തുടർച്ചയായ 2ാം വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ BJP ആയിട്ടല്ല, കോൺഗ്രസ് ആയിട്ടായിരിക്കും ഇത്തവണ മത്സരം ഉണ്ടാവുക എന്നാണ് എ രാജ പറയുന്നത്. റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ, ഇടുക്കി.